1920-കളിൽ കേരളത്തിലെ ഉണ്ടായ സാഹചര്യം, ഇന്ത്യയിലുണ്ടായ സാഹചര്യം ഒരു നൂറ്റാണ്ടിന് മുൻപ് ഒരു മഹാലഹള മലബാറിൽ നടക്കുകയുണ്ടായി. അത് ഒരു ലഹളയായിരുന്നില്ല. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാട് കടത്തുന്നതിന് വേണ്ടിയുള്ള മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു 1920-കളിൽ പ്രത്യേകിച്ചും മലബാറിൽ ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ മലബാറിലെ വിശ്വാസ സമൂഹത്തെ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. ആ വേട്ടയാടപ്പെട്ടതിന്റെ കാലാനുസരണം ഇതേപോലെ 100 വർഷം മുമ്പ്, 100 വർഷത്തെ ഒരു സാഹചര്യം ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. ഇന്ന് കാണുന്ന ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, വിജ്ഞാനത്തിനും ആത്മീയ വിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത്, മനുഷ്യന്റെ ജീവിതം പോലും പ്രാരാബ്ധമായിരുന്ന ഒരു കാലത്ത്, ആദർശ ശുദ്ധിയോടുകൂടി ആത്മീയ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും വിജ്ഞാനവും ഭൗതിക ജീവിതവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിവർന്നു നിൽക്കാൻ ഒരു നട്ടെല്ലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും അഭിമാനത്തോടെ ദൈവവിശ്വാസ പ്രകാരം അള്ളാഹുവിന്റെ നാമത്തിൽ ജീവിക്കാൻ ഒരു അടിത്തറയും ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനമാണ് സമസ്ത. അതുകൊണ്ട് തന്നെയാണ് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വർത്തമാനകാലത്ത് സമസ്തയുടെ ഓരോ മുദ്രാവാക്യങ്ങളും, പ്രത്യേകിച്ചും ഈ കാലത്ത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശ ശുദ്ധിയിലൂടെയുള്ള ഒരു നൂറ്റാണ്ട് എന്ന മുദ്രാവാക്യം എന്നും സമസ്ത ആദർശത്തിന്റെ ചുറ്റുപാടിൽ നിന്നും ഒരു മണൽത്തരി പോലും പുറകിലോട്ട് പോകാതെ നിലനിന്ന മഹത്തായ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളിയുടെയും പ്രത്യേകിച്ചും വിശ്വാസികളുടെ മനസ്സിനകത്ത് സമസ്തയുടെ സ്ഥാനം മാറ്റാർക്കും മാറ്റി എഴുതാൻ പറ്റാത്തതാണെന്ന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നതാണ് ഈ യാത്ര എന്ന് അത്യഭിമാനത്തോടുകൂടി പങ്കുവെക്കട്ടെ. ഒറ്റ കാര്യം മാത്രം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട ജിഫ്രി മുസ്തുക്കോയ തങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങ് മഹാപണ്ഡിതനാണ്, അങ്ങ് മഹാപണ്ഡിത ശ്രേഷ്ഠനാണ്. അങ്ങനെ പിന്നെ അങ്ങയുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാണ്ഡിത്യത്തിന്റെ പൂർണ്ണമായ ആദർശശുദ്ധിയോടുകൂടിയ പാണ്ഡിത്യം, അത് പരിപൂർണമായും ആത്മീയമായ ദർശനങ്ങളും ആത്മീയ വളർച്ചയ്ക്കും ഒപ്പം വിദ്യാഭ്യാസ വളർച്ച ഉൾപ്പെടെയുള്ള വിജ്ഞാന വളർച്ച ഉൾപ്പെടെയുള്ള ഭൗതിക വളർച്ചയ്ക്കും കൂടി പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ ഞങ്ങൾ വളരെ അഭിമാനത്തോടും ആഹ്ലാദത്തോടും ഹൃദയത്തിൽ തട്ടിയാണ് ഈ തൃശൂർ ജില്ലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നത്, വരവേൽക്കുന്നത് എന്ന് സന്തോഷത്തോടു കൂടി പറയട്ടെ. ഒരൊറ്റ കാര്യം, വർത്തമാനകാലം നമ്മൾ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന കാലമാണ്. ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വത്തിനെതിരെ 1920-കളിൽ എല്ലാം നഷ്ടപ്പെട്ടാലും ഇത് ഞങ്ങൾ പിറന്ന മണ്ണാണ്, പെറ്റുമ്മയ്ക്ക് തുല്യമാണ് പിറന്ന മണ്ണ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരനെതിരെ മറ്റൊരു തരത്തിലുള്ള അതിർവരമ്പുകൾ നോക്കാതെ ബാങ്ക് വിളിക്കുമ്പോൾ ഒതു എടുത്ത് നിസ്കരിക്കുന്ന വിശ്വാസികൾ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കാരം ഒന്നും കളയാതെ തന്നെ ബ്രിട്ടീഷുകാരന്റെ തോക്കിനും ലാത്തിക്കും പീരങ്കിക്കും അവന്റെ വെള്ളപ്പട്ടാളത്തിനും നേരെ ഈ രാജ്യത്തിന്റെ വിശ്വാസം പെറ്റുമ്മയെ പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് നിലകൊണ്ടത്. ആ വിശ്വാസത്തിന് ശേഷം, പോരാട്ടങ്ങൾക്ക് ശേഷം നാം നേടിയ ഈ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് സൂര്യനെ മറയ്ക്കുന്ന കാർമേഘങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു വരികയാണ്. ഭിന്നിപ്പിക്കാനുള്ളതിന്റെ ഒരു കാലം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് ആപത്താണ്. ആപത്ത് നിറഞ്ഞ, ആപത്ത് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ കാലം. ഇസ്ലാമിനെയും ഹിന്ദുവിനെയും പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാമിനെയും ക്രൈസ്തവനെയും പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ക്രൈസ്തവനെയും ഇസ്ലാമിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
അങ്ങനെ ഭിന്നിപ്പിച്ചും പരസ്പരം വിശ്വാസരാഹിത്യം ഉണ്ടാക്കിയും അധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ഈ സ്വാതന്ത്ര്യ ഭാരതത്തിൽ നിന്ന് നടക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ സ്വാതന്ത്ര്യമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസികളുടെയും സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ജീവൻ ബലിയർപ്പിച്ചവര് ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും സിഖ് മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ബുദ്ധമത ജൈനമത പേർസി മതവിശ്വാസികളുമുണ്ട്, വിശ്വാസമില്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. നമ്മുടെ ഭരണഘടന അപകടത്തിലാണ്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അപകടത്തിലാണ്. മനുഷ്യനെ മാനവികതയുടെ പേരിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിച്ച് ഇവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു കാര്യം, ഇത് നാം പിറന്ന മണ്ണാണ്. ഈ പിറന്ന മണ്ണ് പെറ്റുമ്മയെ പോലെയാണ് നമുക്കെല്ലാവർക്കും. മാതാവിൻ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയാ, മാതാവിൻ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നതുപോലെ ഈ ഇന്ത്യ, ഈ മണ്ണ് നമുക്ക് പൂർണ്ണമായും മറ്റുള്ളവരെ പോലെ അവകാശപ്പെട്ട മണ്ണാണ്. അതുകൊണ്ട് വർത്തമാനകാലത്തിൽ കരുതലോടെ ഇരിക്കണം. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു പക്ഷേ അത് SIR പേരിലാകാം, മറ്റു പല പേരിലാകാം. നമ്മുടെ പൗരത്വം ഇല്ലാതാക്കി നമ്മളെ ഒരു പക്ഷേ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഭരണകൂടങ്ങൾ നടത്തപ്പെടുന്ന ഒരു കാലത്താണ് ഈ യാത്ര, ആദർശ ശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് എന്ന യാത്ര നടക്കുന്നത്. പ്രിയപ്പെട്ട ജിഫ്രി പുസ്തുക്കോയ തങ്ങളെ ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, ഞങ്ങളെ പോലെയുള്ള വിശ്വാസികളുടെ, ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, ഞങ്ങളെ പോലെയുള്ള വിശ്വാസികളുടെ, മതനിരപേക്ഷതയിൽ നിൽക്കുന്ന ആളുകളുടെ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ, എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകളുടെ ചങ്കിനകത്ത്, നെഞ്ചിനകത്ത് അവസാനത്തെ ശ്വാസം നിലനിൽക്കുന്നത് വരെ ഈ രാജ്യത്തിന്റെ സാഹോദര്യം, സൗഹൃദം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായുള്ള എല്ലാ പ്രാർത്ഥനയിലും പോരാട്ടത്തിലും ആദർശ ശുദ്ധിയോടുകൂടി സമസ്തയുടെ കൂടെ ഞങ്ങളെ പോലുള്ള ആളുകൾ നെഞ്ചും ജീവനും സമർപ്പിച്ച് കൂടെയുണ്ടാകും.